ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഭഗവത്ഗീതയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമായ സാഖ്യയോഗയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 24 ശ്ലോകങ്ങൾ വരെ നമ്മൾ പഠിച്ചു. ഈ ലോകത്തിൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സ്വസ്ഥതയില്ലായ്മ, അശാന്തി. ഓരോ കുടുംബങ്ങളിലും അത് നേരിടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിന് കാരണം? എന്താണ് അതിന് കാരണം? അതിന് കാരണം നമ്മൾ നമ്മുടെ കടമകൾ, നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കാത്തത് കൊണ്ടാണ്. ഒരു വീട്ടിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നിങ്ങളത് കൃത്യമായി ചെയ്തില്ല, നിങ്ങളത് ചെയ്യാഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കുഴപ്പം വന്നത്. ഇതാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാചകം. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ കടമകൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ശാന്തി ഉണ്ടാകും. നമ്മുടെ ഭരണാധികാരികൾ കൃത്യമായി അവരുടെ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിന് ശാന്തി ഉണ്ടാകും, ലോകത്തിന് ശാന്തി ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ കർമ്മങ്ങളും കടമകളും നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ്, ചെയ്യാത്തത് കൊണ്ടാണ് അശാന്തി നിഴലിക്കുന്നത്. കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എങ്ങനെ കർമ്മങ്ങൾ ചെയ്യണമെന്നും ഓരോരുത്തരുടെയും കടമകളും കർത്തവ്യങ്ങളും എങ്ങനെയാണെന്നും ഭഗവാൻ നമ്മളെ കൃത്യമായി ഭഗവത്ഗീതയിലൂടെ ഉപദേശിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും നിർബന്ധമായും ഭഗവത്ഗീത പഠിച്ചിരിക്കേണ്ടുന്നതാണ്. എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും മനോഹരമായ സംസ്കാരമാണ് നമുക്കുള്ളത്. ഏറ്റവും പുരാതനമായ സംസ്കാരം, സനാതന സംസ്കാരം. ഈ ലോകത്തിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും ദൈവമായി കണ്ട് ആരാധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ അംശമായി കണ്ട് ആരാധിച്ചാൽ അതിനെ ഒന്നും തന്നെ നമ്മൾ നശിപ്പിക്കുകയില്ല, സ്നേഹിക്കും, ബഹുമാനിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? പരസ്പര സ്നേഹവും ബഹുമാനവും. അതൊരു കല്ലായിക്കോട്ടെ, ഒരു തുള്ളി ജലമായിക്കോട്ടെ, പൂക്കളായിക്കോട്ടെ, കാറ്റായിക്കോട്ടെ, എന്തിനേയും സംരക്ഷിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്ന, സ്നേഹിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്ന അത്രയും മനോഹരമായ സംസ്കാരമാണ് നമുക്കുള്ളത്. ആ സംസ്കാരത്തിൽ നമ്മൾ അഭിമാനിക്കുക. കൃത്യമായി നമ്മുടെ സംസ്കാരത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കി ഇരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വന്ന് നമ്മളോടൊരു സംശയം ചോദിക്കുകയോ നമ്മളെ കുറ്റപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകമായും നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. പലപ്പോഴും നമുക്ക് ഉത്തരമില്ലാത്തപ്പോഴാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രക്ഷകർത്താക്കളും ഭഗവത്ഗീത കൃത്യമായി പഠിക്കുകയും തങ്ങളുടെ കുട്ടികൾക്ക് ആ അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുക തന്നെ ചെയ്യണം. കാരണം എങ്കിൽ മാത്രമേ നല്ല ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ആവശ്യം എന്താണ്? നല്ല ഒരു തലമുറയാണ്. ഇന്ന് നമ്മുടെ ലോകത്ത്, നമ്മുടെ ചുറ്റുപാടും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പുതുതലമുറ നശിച്ചു പോകുന്നു. പലതരത്തിലുള്ള ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടും പല ചീത്ത കൂട്ടുകെട്ടുകൾ കൂടിയും പല രീതിയിൽ തന്നെ അവർ നശിച്ചു പോകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവവിശ്വാസമില്ല, എന്തിനേയും എതിർക്കുന്നു, എന്തിനേയും നശിപ്പിക്കുന്നു, ഒന്നിനോടും ഒരു സ്നേഹമില്ല, പ്രതിബദ്ധതയില്ല. അങ്ങനെയൊരു സമൂഹമാണ്, അങ്ങനെയൊരു പുതുതലമുറയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ അവസ്ഥയാണത്. ആ അവസ്ഥയിൽ നിന്നും പുതിയ തലമുറയെ സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം. ആ നല്ല വിദ്യാഭ്യാസം അവർക്ക് നമ്മൾ കൊടുത്തതുകൊണ്ട്, നല്ല സ്കൂളുകളിൽ കൊണ്ടുവന്ന് ചേർത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. നല്ല സംസ്കാരമുണ്ടാകണം. അധ്യാപകരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. അധ്യാപകർക്ക് പല കുഴപ്പങ്ങളും കാണും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു കൊടുത്ത് കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ നമ്മൾ തയ്യാറാകണം. അതല്ലാതെ എതിർക്കാൻ ആദ്യം മുതലേ അവരെ പഠിപ്പിക്കരുത്. എതിർക്കേണ്ട സ്ഥലങ്ങളിൽ എതിർക്കണം, പക്ഷേ എന്തിനേയും എതിർക്കാം എന്ന ചിന്ത കുഞ്ഞുങ്ങളിൽ വളർത്തിക്കൊടുക്കരുത്. ക്ഷമിക്കുവാനും സഹിക്കുവാനും ശരിയും തെറ്റും വേർതിരിച്ച് കാണുന്നതിനും എതിർക്കേണ്ടതിനെ എതിർക്കേണ്ടുന്ന രീതിയിൽ എതിർക്കുവാനും ഉള്ള ബോധം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കണം.
എങ്കിൽ മാത്രമേ സമാധാനവും സന്തോഷവുമുള്ള ഒരു പുതിയ തലമുറ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർക്കുക. ഇനി നമുക്ക് 25-ാമത്തെ ശ്ലോകം സാഖ്യയോഗയിലെ പഠിക്കാം. അവ്യക്തോ അയമചിന്യോ അയമവികാര്യോ അയം ഉച്യതേ തസ്മാദേവം വിദിത്വൈനം നാനു ശോചിതു അർഹസി. അർത്ഥം നമുക്ക് നോക്കാം. അവ്യക്തോ അർത്ഥം പ്രകടമല്ലാത്ത, അയം അത്, അചിന്യോ ചിന്തകൾക്ക് അപ്പുറത്ത്, അയം അത്, അവികാര്യോ മാറ്റമില്ലാത്തത്, അയം അത്, ഉച്യതേ പറയപ്പെടുന്നു, തസ്മാത് അതുകൊണ്ട്, ഏവം ഇപ്രകാരം, വിദിത്വൈ അറിയുന്നതുകൊണ്ട്, ഏനം അത്, ന ഇല്ല, അനുശോചിത ദുഃഖിപ്പിക്കുക, അർഹസി കടപ്പെട്ടിരിക്കുന്നു. ശ്ലോകാർത്ഥം നോക്കാം. ഇവൻ ഇന്ദ്രിയങ്ങൾക്ക് പ്രകടമല്ല, ചിന്തകൾക്കപ്പുറത്ത് മാറ്റമില്ലാത്തതാണ്. ഇപ്രകാരമുള്ള ഇവനെ, അതായത് ആത്മാവിനെ മനസ്സിലാക്കിയിട്ട് ദുഃഖത്തെ വെടിയുക എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാർത്ഥനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ ഇവിടെ പറയുന്നത് ആത്മാവിനെ പറ്റിയിട്ടാണ്. ആത്മാവ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നവനല്ല എന്നാണ് പറയുന്നത്. ഇപ്പം കണ്ണോ കയ്യോ നമ്മുടെ ശരീരമോ തലമുടിയോ ഒക്കെ തന്നെ, മറ്റൊരാളുടെ കയ്യോ കണ്ണോ അതല്ലെങ്കിൽ നമ്മുടെ തന്നെ കയ്യോ ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, തൊട്ടു നോക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആത്മാവിനെ ഇങ്ങനെയൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തമായ രൂപത്തോടു കൂടിയവനുമല്ല ആത്മാവെന്നും പറയുന്നു. ഈ ആത്മാവ് മനസ്സുകൊണ്ട് തിരിച്ചറിയുവാൻ പറ്റത്തുമില്ല എന്ന് പറയുന്നുണ്ട്. ഈ ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കുകയില്ല. ഈ ആത്മാവ് രൂപഭേദങ്ങളൊന്നുമില്ലാതെ എന്നും ഒരുപോലെ ഇരിക്കുന്ന ആളാണെന്നും പറയുന്നു. ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആത്മാവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ആത്മാവിനെന്നും ഒരേ രൂപമാണ്. പക്ഷെ ആ രൂപം എന്താണെന്ന് ഒരു മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് അതല്ലെങ്കിൽ അവൻ തൊട്ടു നോക്കിക്കൊണ്ട് നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല എന്നും ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ആത്മാവിനെ പറ്റി ചിന്തിച്ചിട്ട് നമ്മൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? ആ ആത്മാവ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നശിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി 26-ാമത്തെ ശ്ലോകം നോക്കാം. അധ ചൈന്യം നിത്യജാതം നിത്യം വാ അന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈനം ശോചിതി അർഹസി. അർത്ഥം നോക്കാം. അധ ഇപ്പോൾ, ചൈനം എന്ന വാക്ക് ച എന്ന ശബ്ദവും ഏനം എന്ന ശബ്ദവും കൂടിച്ചേർന്നതാണ്. ഇതിൽ ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടെ എന്നും ഏനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവൻ അല്ലെങ്കിൽ ഇത് എന്നൊക്കെ ആണ്. നിത്യജാതം അതിൻ്റെ അർത്ഥം നിത്യജനനം, വാ അല്ലെങ്കിൽ മന്യസേ അർത്ഥം ചിന്തിച്ചാൽ, മൃതം മരണമുള്ളത്, തഥാപി എന്നിരുന്നാലും, ത്വം അങ്ങ്, മഹാബാഹോ മഹത്തായ ബാഹുക്കൾ, നൈനം അത് ന എന്നും ഏനം എന്നുമുള്ള രണ്ട് പദങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ന എന്നാൽ ഇല്ല എന്നും ഏനം എന്നാൽ അത് എന്നുമാണ് അർത്ഥം. ശോചിതു ദുഃഖിക്കുക, അർഹസി കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഓരോ വാക്കുകളുടെയും അർത്ഥം. ശ്ലോകാർത്ഥം ഒന്ന് നോക്കാം. ഹേ മഹാബാഹോ, ഇവൻ എന്നും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവനാണ് എന്നു നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും
ഇവനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടുന്ന യാതൊരു കാര്യവുമില്ല എന്നാണ് ഭഗവാൻ വീണ്ടും പറയുന്നത്. അതായത് ഇനിയും ഈ ജീവനെ എന്നും ജനിച്ചും എന്നും മരിച്ചും എന്നു കരുതി ഇരിക്കുകയാണെങ്കിൽ, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കൂടിയും അല്ലയോ വീരനായ മഹാബാഹുവായ അർജുന, നീ ഇങ്ങനെ വിഷമിക്കുവാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ എന്തിനാണ് വിഷമിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാരണം ആത്മാവിന് മരണമില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും മരിക്കുന്നു ജനിക്കുന്നു എന്ന് കരുതി ഇരിക്കുന്നവനാണെങ്കിൽ പോലും നീ എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത്? ഇനി അങ്ങനെ ഇരുന്നാൽ പോലും നീ എന്തിനു ദുഃഖിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അതായത് ഭീഷ്മാദികൾ നിത്യജാതന്മാരും നിത്യമൃതന്മാരുമായിക്കൊള്ളട്ടെ, എങ്കിലും അവരുടെ മരണത്തിനു ഞാൻ കാരണക്കാരനായി തീരണോ എന്ന സംശയം അർജുനൻ ഉണ്ടാകാം എന്നാണ് വീണ്ടും ഭഗവാൻ സംശയിക്കുന്നത്. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അർജുനൻ അങ്ങനെയല്ല, ഞാൻ ഇവരുടെ മരണത്തിന് കാരണക്കാരനായി തീർന്നാൽ ഈ ശരീരത്തിന് നാശം സംഭവിക്കുന്നത് ഞാൻ കാരണമായി തീർന്നാൽ അതെനിക്ക് വിഷമമുണ്ടാകും എന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോ എന്ന് ചിന്തിച്ചിട്ടാണ്, അങ്ങനെ വിചാരിച്ചിട്ടാണ് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇത്രയും നേരം ഭഗവാൻ പറയുന്നുണ്ട് ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുകയുള്ളൂ, ആത്മാവിന് നാശം സംഭവിക്കുകയില്ല, നീ നിന്റെ കടമ ചെയ്യൂ, കർമ്മം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടും അർജുനൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം ഒരു തെളിച്ചമില്ല. അർജുനന് വീണ്ടും വീണ്ടും അങ്ങ് സംശയങ്ങളും എന്നാൽ യുദ്ധത്തിന് തയ്യാറാകാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി നീ വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും നീ എന്തിനു ദുഃഖിക്കണം എന്ന് പറഞ്ഞ് മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനി നമുക്ക് 27, 28, 29 ശ്ലോകങ്ങളിലൊക്കെ നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2 ശ്ലോകങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് സാഖ്യയോഗയിലെ 25ഉം 26ഉം ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. കടമ ചെയ്യുന്ന, കർമ്മം ചെയ്യുന്ന മനുഷ്യനോട്, ഒരു യോദ്ധാവിനോട്, ഒരു രാജ്യം കാക്കേണ്ടുന്ന ഒരു യോദ്ധാവിനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇതൊക്കെ. കാരണം അർജുനൻ്റെ കടമ, കർത്തവ്യം എന്ന് പറയുന്നത് ഭൂമിയുടെ ഭാരം തീർക്കുക എന്നുള്ളതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര ലക്ഷ്യം പോലും അതിനു വേണ്ടിയിട്ടായിരുന്നു. ഭൂമിദേവി വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുക്കലേക്ക് ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ വൈകുണ്ഠത്തിലേക്ക് ബ്രഹ്മദേവനോടും മറ്റു ദേവന്മാരോടുമൊപ്പം ചെല്ലുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല, ദുഷ്ടന്മാരെ കൊണ്ട് ഞാൻ കഷ്ടപ്പെടുകയാണ്, എന്നെ അവർ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, വിഷമിക്കണ്ട ദേവി, ഞാൻ അവതരിക്കും. ഗോകുലത്തിൽ അമ്പാടി കണ്ണനായി ഞാൻ അവതരിക്കും. ഞാൻ തീർച്ചയായും ഭവതിയുടെ ദുഃഖം മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ പാലകന്മാരാണ് രാജാക്കന്മാർ. ഓരോ ഭരണാധികാരിയും സമൂഹത്തിന് നന്മ ചെയ്യേണ്ടുന്നവരാണ് എന്ന് വീണ്ടും വീണ്ടും ഇവിടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഭഗവാൻ പറഞ്ഞതിനെ മാറ്റിയെടുത്ത് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ആ വാക്കുകളെ യോജിപ്പിച്ച് മുമ്പോട്ട് പോകണം. അതല്ലാതെ പണ്ട് ഭഗവാൻ ഒരു ഭരണാധികാരിയോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഭരണാധികാരികൾ വാളും പരിചയമെടുത്ത് യുദ്ധത്തിന് ഇറങ്ങണം എന്നല്ല ഭഗവാൻ പറഞ്ഞത്. കാരണം അത് ആ കാലഘട്ടം. ഇന്നത്തെ കാലഘട്ടം എന്താണ്? നയരൂപീകരണങ്ങൾ കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഭരണാധികാരിയുടെ കടമകൾ. ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ട് ഭഗവാന്റെ വാക്കുകളെ ഇന്നത്തെ ലോകവുമായി കൂട്ടിയിണക്കി, ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായി കൂട്ടിയിണക്കി ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അതല്ലാതെ പണ്ട് പറഞ്ഞ അതേ വാചകങ്ങൾ ഇപ്പോൾ അതുപോലെ ആവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ ഭരണാധികാരി നാളെ വാളുമെടുത്ത് യുദ്ധത്തിന് പോയാലോ?
അതല്ല ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് ചെയ്യേണ്ടുന്നതായ കാര്യങ്ങളുണ്ട്. ലോക സമാധാനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ആ കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഭഗവത്ഗീതയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇതിൻ്റെ അർത്ഥങ്ങളും ഇതിൻ്റെ വ്യാപ്തിയും മനസ്സിലാക്കണം അല്ലെങ്കിൽ മനസ്സിലാകണമെന്നില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക, വളരെ മഹത്തായ ആളുകൾ, മഹാന്മാരായ ആളുകൾ, ഒരുപാട് അറിവുള്ള ആളുകൾ, ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ തന്നെ ഭഗവത്ഗീതയെ പറ്റി വളരെ വിശേഷപ്പെട്ട വാക്കുകളാണ്, വളരെ സന്തോഷത്തോടു കൂടി, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഭഗവത്ഗീതയെ പറ്റി പറയുന്നത്. ആ സമയത്താണ് അല്പജ്ഞാനികളായ മനുഷ്യർ ഇതിനെ വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കൊന്നും നമ്മൾ പോകരുത്. കൃത്യമായി ഭഗവത്ഗീത മനസ്സിലാക്കുക. ഭഗവാൻ എന്താണ് പറഞ്ഞതെന്ന് വളരെ കൃത്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഒരഭിപ്രായം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. ഭഗവത്ഗീതയുടെ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ധാരണകളിൽ നിന്നും ഞാൻ ഈ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ നിങ്ങളുടെ മനസ്സിലെ ധാരണകൾക്ക് വ്യത്യാസം വരുന്നുണ്ടോ? ഭഗവത്ഗീതയെ പറ്റി ആഴത്തിൽ പഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത്രയും ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഭഗവാൻ പറയുന്നത് വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ഒരു 5 മിനിറ്റ് സമയമെടുത്ത് ഒന്ന് വിശദമായി എനിക്ക് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കൊന്നറിയാനായിട്ട് സാധിക്കും. ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം പുണ്യകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. നമ്മുടെ സംസ്കാരത്തെ പറ്റി ഓർത്ത് നിങ്ങൾ അഭിമാനിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.